നിങ്ങളിൽ പലരും MBA, BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITDയിൽ എത്തിച്ചേരുന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITDയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ. ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, ശിരോധാര, ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തു വരുന്നു. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. തിങ്ക് ആയുർവേദ, തിങ്ക് ആപ്തശ്രീ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്തയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ, രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും MCOM-നും MA-ക്കും റാങ്ക് മുഴുവൻ നളന്തയിലല്ലേ? പിന്നല്ലാതെ, ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്തയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1ാം റാങ്ക് നേടിത്തന്നത്. നളന്തയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് MCOM-ന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ. MA, MCOM, BA ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCom, BBA 1ഉം 2ഉം ഉൾപ്പെടെ 25ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ്, ഏച്ചൂർ. നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഓൺലൈൻ ബിസിനസ്സുമായി ഇപ്പോഴും സംസ്ഥാനത്തുണ്ടെന്ന് പോലീസ്. തലശ്ശേരിയിൽ വഴിയാത്രക്കാരെ ആക്രമിച്ച് 45,000 രൂപ കവർന്നു. 2 പേർ പിടിയിൽ. പിടിയിലായത് കോടിയേരിയിലെ രാധാകൃഷ്ണൻ, റിയാസ് എന്നിവർ. വാർത്തകൾ വിശദമായി. മയിലെ വ്യാപാരിയുടെ പണം കവർന്ന സംഭവം കൂടുതൽ അന്വേഷണത്തിന് മയിൽ പോലീസ് ഇറാനിയൻ സ്വദേശികളായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് ചോദ്യം ചെയ്തു. കഴിഞ്ഞ മാസം 8-നാണ് മയിൽ പഴം പച്ചക്കറി വ്യാപാരം നടത്തുന്ന ശ്രീനിവാസന്റെ 80,000 രൂപ കാറിലെത്തിയ 4-അംഗ സംഘം കവർച്ച നടത്തിയത്. കഴിഞ്ഞ മാസം 8-ാം തീയതി രാത്രിയാണ് മയിലെ പഴം പച്ചക്കറി വ്യാപാരി ശ്രീനിവാസന്റെ 80,000 രൂപ കാറിലെത്തിയ 4-അംഗ സംഘം കവർന്നത്. മയിൽ പോലീസ് ഉടൻ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കവർച്ചയ്ക്കിടെ കഴിഞ്ഞ 13-ന് ഇറാനിയൻ സംഘം തിരുവനന്തപുരത്ത് അറസ്റ്റിലായതോടെയാണ് ഈ സംഘമാണ് പണം തട്ടിയതെന്ന് വ്യക്തമായത്. ഇതേ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിന് മയിൽ പോലീസ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് ചോദ്യം ചെയ്തത്. പ്രതികളെ വിട്ടുകിട്ടുന്നതിനായി കണ്ണൂർ കോടതിയിൽ മയിൽ പോലീസ് പ്രൊഡക്ഷൻ വാറണ്ടും കസ്റ്റഡി അപേക്ഷയും നൽകിയിരുന്നു. 200ഓളം പേരടങ്ങുന്ന ഇറാനിയൻ സംഘം ഓൺലൈൻ ബിസിനസ്സിനായി 1 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിയതായും വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചുപോയിട്ടില്ലെന്നും രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിൽ അറബി, ഇംഗ്ലീഷ് ഭാഷകൾ അറിയാമെന്ന് പ്രതികൾ പറഞ്ഞിരുന്നെങ്കിലും ഈ 2 ഭാഷകളും പ്രതികൾക്ക് വശമില്ലെന്നാണ് പോലീസ് പറയുന്നത്. തളിപ്പറമ്പിൽ കാറിന് തീയിട്ടു. കോടതിക്ക് സമീപം താമസിക്കുന്ന സി ആലപ്പിയുടെ ക്രീറ്റ കാറാണ് ഇന്ന് പുലർച്ചെ കത്തിച്ചത്. ആലപ്പി ഗൾഫിൽ നിന്നെത്തി ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. തളിപ്പറമ്പ് കോടതി മുട്ടയിൽ താമസിക്കുന്ന സി ആലപ്പി എന്നയാളുടെ കാറാണ് കത്തിച്ചത്.
വിദേശത്തു നിന്നും വന്ന് ക്വാറന്റൈനിൽ കഴിയുകയാണ് ആലപ്പി. ഇന്നലെ അർദ്ധരാത്രി 12:30ഓടെയാണ് സംഭവം. കാറിന് സമീപത്ത് നിന്ന് ടർപ്പറ്റൈനിന്റെ ബോട്ടിലും തീപ്പെട്ടിയും കണ്ടെത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. സംഭവത്തിൽ ആലപ്പിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. തലശ്ശേരിയിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച് 45,000 രൂപ കവർന്നു. 2 പേർ പിടിയിൽ. കുട്ടിമാക്കുൽ സ്വദേശി സുരേന്ദ്രനെയാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളായ കോടിയേരിയിലെ രാധാകൃഷ്ണൻ, റിയാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ ബ്രദേഴ്സ് ലൈനിലാണ് സംഭവം. കോടിയേരിയിലെ കെ രാധാകൃഷ്ണൻ, മുഴപ്പിലങ്ങാട്ടെ റിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുകയായിരുന്ന കുട്ടിമാക്കൂൽ സ്വദേശി സുരേന്ദ്രനാണ് അക്രമത്തിനിരയായത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അടിച്ചു വീഴ്ത്തിയ 3 അംഗ സംഘം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 45,000 രൂപ കവർന്നെടുക്കുകയായിരുന്നു. പിടിയിലായ പ്രതികളിൽ നിന്നും 40,000 രൂപയും പോലീസ് കണ്ടെടുത്തു. അറസ്റ്റിലായ 2 പേരും മറ്റ് കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ പെരുമൺ ദുരന്തത്തിന്റെ 12ാം വാർഷിക ദിനാചരണം ഇന്ന്. ഇരിക്കൂർ പെരുമൺ സ്മൃതി കുടീരത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി പേരും മരിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പുഷ്പാർച്ചന നടത്തി. 2008 ഡിസംബർ 4-നാണ് പെരുമൺ നാരായണവിലാസം ALP സ്കൂളിലെ 10 കുട്ടികൾ ടെമ്പോ ട്രാവലർ ഇടിച്ച് മരിച്ചത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയോരത്തെ സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും കെ സുധാകരൻ MP ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പുലർച്ചെ തന്നെ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. 2008 ഡിസംബർ 4-നായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. പെരുമണ്ണ് നാരായണവിലാസം ALP സ്കൂളിലെ 10 വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത്. 11 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് സംസ്ഥാന പാതയരികിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടികളുടെ മേൽ ക്രൂയിസർ ഇടിച്ചു കയറുകയായിരുന്നു. അപകടം നടന്ന് വർഷങ്ങൾക്ക് ശേഷം ഏറെ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ 1.5 വർഷം മുമ്പാണ് വാഹന ഡ്രൈവർ മലപ്പുറം സ്വദേശി അബ്ദുൽ കബീറിനെ തലശ്ശേരി കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. KPCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ വെട്ടിനിരത്തി RSSന് വേണ്ടി പ്രവർത്തിക്കുകയാണ് കണ്ണൂർ DCC എന്ന CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. 20 വാർഡുകളിൽ ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ 20 വാർഡുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ UDF പിന്തുണക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവശ്യപ്പെട്ടു. മതതീവ്രവാദികൾക്ക് സഹായം ചെയ്യുകയാണ് UDF എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണതലത്തിലുള്ള എല്ലാ മേഖലയിലും ഫാസിസ്റ്റ് രീതി നടപ്പാക്കാൻ പരിശ്രമിക്കുന്നവർ, തെരുവിൽ കൃഷിക്കാർ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിന് ഇറങ്ങിയപ്പോൾ അതിനെയും ഭീകരതയിലൂടെ നേരിടാൻ പരിശ്രമിക്കുന്നവർ, കോവിഡ് കാലത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിയിടുകയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസപരമായ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തവർ, ഇവരുടെ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയെ ശക്തിപ്പെടുത്തുന്ന നടപടിയാണ് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഉണ്ടാക്കിയിട്ടുള്ള സഖ്യം തെളിയിക്കുന്നത്. ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി മതനിരപേക്ഷത തകർക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചു വരുന്നത്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി മതനിരപേക്ഷത തകർക്കുന്ന നിലപാടാണ് UDFൻ്റേത്. ദേശീയ നയത്തിന് വിരുദ്ധമായാണ് വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് കേരളത്തിൽ സഹകരിക്കുന്നത്. BJPയുമായി പോലും UDF ധാരണയുണ്ടാക്കുന്നു. കേരള കോൺഗ്രസ് മാണി LJD വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഭീതി പൂണ്ടാണ് വർഗീയ തീവ്രവാദ ശക്തികളുമായുള്ള ഈ കൂട്ടുകെട്ട്. 100ഓളം റിബൽ സ്ഥാനാർത്ഥികൾ കണ്ണൂരിൽ മാത്രം UDFനുണ്ട്. അവരുടെ പേരിൽ നടപടിയെടുക്കാൻ പോലും നേതൃത്വത്തിന് കഴിയുന്നില്ല. ജയരാജൻ കുറ്റപ്പെടുത്തി. ജില്ലാ ഇൻഫർമേഷൻ തയ്യാറാക്കിയ ഇലക്ഷൻ ഗൈഡ് പ്രകാശനവും സ്ഥാനാർത്ഥി മീറ്റും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ കളക്ടർ TV സുഭാഷ് ഇലക്ഷൻ ഗൈഡ് അസിസ്റ്റന്റ് കളക്ടർക്ക് കൈമാറി പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും മീറ്റാണ് ഇലക്ഷൻ ഗൈഡ് പ്രകാശനത്തോടനുബന്ധിച്ച് കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. 2 ഘട്ടങ്ങളിലായാണ് സ്ഥാനാർത്ഥി മീറ്റ് നടന്നത്. ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ കളക്ടർ വിശദീകരിച്ചു. ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഹരിതചട്ടങ്ങൾ അനുസരിച്ചായിരിക്കണമെന്നും ഓരോരുത്തരും കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കോവിഡാണ് ഈ ഇലക്ഷനെ മറ്റ് ഇലക്ഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പക്ഷേ നിങ്ങളുടെയൊക്കെ ചിലരുടെയൊക്കെ ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഒരാളുടെ ഞാൻ 7 സ്ഥലത്ത് മാസ്ക് ഇല്ലാതെ വൃദ്ധന്മാരുടെ അടുത്തും രോഗികളുടെ അടുത്തും
അതുപോലെ സ്പർശിക്കുക. ഇതൊക്കെ ഇന്ന് ഞാനൊരു മനോരമ പത്രത്തിൽ ഇന്ന് ഒരു കാൻഡിഡേറ്റ് ഒരു മാസ്ക് വെക്കാതെ അവർ രണ്ടുപേരും മാസ്ക് വെച്ചിട്ടില്ല, പോയിട്ട് കൈമ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓരോ നിമിഷവും ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാലും നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്യാമെന്നും നിർദ്ദേശം നൽകി. UDF സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ വീടൊഴിപ്പിച്ചതായി പരാതി. തളിപ്പറമ്പ് പട്ടുവത്തെ 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സ്റ്റെല്ലയാണ് CPM-കാരനായ വീട്ടുടമയ്ക്കെതിരായ ആരോപണവുമായി രംഗത്തെത്തിയത്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വീട്ടുടമ വ്യക്തമാക്കി. കൂവോട് PHSക്ക് സമീപം CPM നേതാവിന്റെ വാടക വീട്ടിലാണ് സ്റ്റെല്ലയും കുടുംബവും താമസിച്ചിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടുവം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയാണ് സ്റ്റെല്ല. UDF സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചതിന്റെ പേരിൽ CPM നേതൃത്വം ഇടപെട്ട് വീടൊഴിപ്പിച്ചുവെന്നാണ് സ്റ്റെല്ലയുടെ പരാതി. ഞാനങ്ങനെ നേരത്തെ അങ്ങനെ പൊളിറ്റിക്സിലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ഒരു സീറ്റ് രാജീവേട്ടനും നാരായണേട്ടനും വന്ന് സംസാരിക്കും, രമേശേട്ടനൊക്കെ വന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ കൈറോസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ രൂപതൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തന വിഭാഗമാണ് കൈറോസ് എന്ന് പറഞ്ഞത്. അതിൽ പട്ട യൂണിറ്റിൻ്റെ വില്ലേജ് ആനിമേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 19-20ാമത്തെ വർഷമാണിത്. അപ്പം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം നിന്നു. അത്ര അല്ലാതെ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെന്നല്ല. സന്തോഷത്തോടെ തന്നെയാണ് കയറി വന്നത്. പക്ഷേ പിന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പം അവരുടെ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒന്നിക്ക് പിൻവലിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിയണം. CPM-ന്റേത് അക്രമ രാഷ്ട്രീയമാണെന്നും സ്റ്റെല്ലയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചെന്നും UDF നേതാവ് രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു. മാർക്സ് പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ വാടക വീട്ടിൽ നമ്മൾ താമസിക്കുന്നതെന്നും അവർ ഒഴിയണമെന്നും ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ നോമിനേഷൻ നിർബന്ധമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മളെന്തായാലും നോമിനേഷൻ പിൻവലിക്കാൻ എന്തായാലും നമ്മുടെ പാർട്ടി സന്നദ്ധമല്ല, അവർ സന്നദ്ധമല്ല. അവർ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അവർ ആ വീടിൽ നിന്ന് ഒഴിയണമെന്ന് വാശി പിടിച്ചപ്പോൾ നമ്മൾ പാർട്ടി പ്രവർത്തകർ പോയി അവരുടെ സാധനങ്ങളൊക്കെ ലോറിയിൽ കയറ്റി സെറ്റാക്കി അവർ പുതിയ വാടക വീട് നമ്മൾ കണ്ടെത്തി അവിടത്തേക്ക് താമസം മാറ്റി. അതേസമയം പാർട്ടിക്കും തനിക്കുമെതിരെയുള്ള ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് വീട്ടുടമയും CPM ലോക്കൽ സെക്രട്ടറിയുമായ ജയൻ പ്രതികരിച്ചു. ഡിസംബർ വരെയാണ് വീട് വാടകയ്ക്ക് നൽകിയത്. ജനുവരി വരെ സാവകാശം കൊടുത്തിരുന്നെന്നും സംഭവം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നും ജയൻ പറഞ്ഞു. ഇപ്പോൾ പറയുന്ന ഈ ആരോപണം തീർത്തും ശരിയല്ല എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പട്ടുവം പഞ്ചായത്തിനകത്ത് ഇവർ മത്സരിക്കുന്നത് പറയുന്നത് ഈ വാർഡെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ഈ വീട്ടിനെടുക്കുന്നത് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ ഇത്രയും ദൂരത്താണ് അവർ മത്സരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആ പ്രദേശത്ത് തന്നെ താമസിച്ച് അടുത്ത ജനങ്ങളെ ഉൾപ്പെടെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഈ ഒരു വിഷയമെല്ലാം തന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസമാണ് നമ്മോട് രാവിലെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ വീട് ഒഴിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ വീട് ഒഴിയുന്നത്? അന്നേരം പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി വീട് ഒഴിയുകയാണ്, അല്ലാതെ ഇങ്ങനെ UDF സ്ഥാനാർത്ഥി ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല വീട് ഒഴിയുന്നതെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പാർട്ടിയായി യാതൊരു ബന്ധവുമില്ല. കൂവോട് വാടക വീട്ടിൽ നിന്നും മാറിയ സ്റ്റെല്ലയും കുടുംബവും ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. പയ്യന്നൂരിൽ വലിയ പ്രതീക്ഷയോടെ ആം ആദ്മി പാർട്ടിയും മത്സര രംഗത്ത്. 17-ാം വാർഡായ ആശുപത്രി വാർഡിൽ നിന്നും VK അമർനാഥാണ് ആം ആദ്മി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പയ്യന്നൂരിലെ പൊതുരംഗത്തെ സുപരിചിതനായ അമർനാഥിനെ രംഗത്തിറക്കി ശക്തമായ മത്സരം കാഴ്ചവെക്കുകയാണ് ആം ആദ്മി പാർട്ടി. ആരോഗ്യപരിപാലനം, രോഗപ്രതിരോധ പ്രവർത്തനം, പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം, അംഗനവാടികളുടെ വിപുലീകരണം, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള കുടുംബശ്രീ പ്രവർത്തനം, ഇങ്ങനെ പോകുന്നു അമർനാഥിന്റെ മനസ്സിലെ വികസന പ്രവർത്തനങ്ങൾ. 17-ാം വാർഡിൽ നല്ല വികസന പ്രവർത്തനമാണ്. അതായത് ഒരുപാട് കാലങ്ങളായി പല മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും വലിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് വാർഡിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഇപ്പം വിജയപ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ. കാരണം ആൾക്കാർ കാണുന്നത്, ആൾക്കാരുടെ പെരുമാറ്റവും നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകാനുള്ള ഇതും തരുന്നുണ്ട്. പ്രത്യക്ഷമായിട്ട് ആരും ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കുന്നില്ലെങ്കിലും എല്ലാവരും മനസ്സുകൊണ്ട് കൂടെ തന്നെ ഉണ്ട്. അത് വോട്ടിംഗ് പോളിംഗ് സ്റ്റേഷനിലും അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. വാർഡിലെ ഓരോ വീട്ടിലും കയറിയിറങ്ങി പുത്തനാശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അമർനാഥ്. പ്രചരണ രംഗത്ത് തനിച്ചാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രചരണത്തിനിടെ കണ്ടുമുട്ടിയ UDF സ്ഥാനാർത്ഥി PT പ്രതീഷിനോടും LDF സ്ഥാനാർത്ഥി T വിശ്വനാഥനോടും കുശലാന്വേഷണം നടത്തി വീണ്ടും മറ്റു വോട്ടർമാരെ തേടി മുന്നോട്ടേക്ക്.
ഞാൻ പോയി 2 പ്രാവശ്യം പോയി. ചിഹ്നം പുതിയ വാർഡ് പുതിയ ആൾക്കാരാണ് വോട്ട് കേട്ടാ. ഈ ഭാഗത്ത് ഇപ്പം കുറച്ച് പോയി. ഇനിയിപ്പം നമ്മളാ ഭാഗത്തേക്ക് നാളെ രാവിലെ. കണ്ണൂർ ജില്ലയിൽ വളരെ ചുരുക്കം വാർഡുകളിൽ മാത്രമാണ് AAP മത്സരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നുമാണ് AAP മുന്നോട്ട് വെക്കുന്ന ആവശ്യം. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാൻ AICC വക്താവ് ഷമ്മ മുഹമ്മദ് കണ്ണൂരിലെത്തി. തായ്തെരുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഷമ്മ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇടതുഭരണത്തിൽ കണ്ണൂർ കോർപ്പറേഷനിൽ വികസന മുരടിപ്പാണെന്ന് ഷമ്മ മുഹമ്മദ് പറഞ്ഞു. 4 വർഷം കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ച LDF വികസന തകർച്ചയാണ് നാടിന് നൽകിയത്. മാലിന്യ പ്രശ്നത്തിന് കണ്ണൂർ കോർപ്പറേഷനിൽ ഇനിയും പരിഹാരമായിട്ടില്ല. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി UDF നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷം എതിർത്തു. എന്നാൽ LDF അധികാരത്തിൽ വന്നപ്പോൾ അതിനെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കി. UDF വികസനത്തിന് മുൻതൂക്കം നൽകുമ്പോൾ LDF ഭരണത്തിനും അധികാരത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് AICC വക്താവ് ഷമ്മ മുഹമ്മദ് പറഞ്ഞു. വികസനത്തിന് നമ്മൾ തടസ്സം വെക്കരുത്. അത് നമ്മൾ എതിർപക്ഷമായാലും സർക്കാരിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എതിർപക്ഷത്തിലായാലും നമ്മൾ വികസനത്തിന് തടസ്സം വെക്കരുത്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നന്മ. നമ്മൾ വികസനം വരുമ്പം നമ്മൾ എന്താ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല, ഇത് UDFന്റെ സർക്കാരോ LDFന്റെ സർക്കാരോ. ഈ വികസനം ആർക്കാ വരുന്നത്? നമ്മളെ സ്വന്തം മലയാളികൾക്ക്, അവർക്ക് വേണ്ടിയിട്ടല്ല ഇത്. നമ്മൾ എന്ത് ചെയ്യുമ്പോ പക്ഷെ LDFന് ഒരു കാര്യമുണ്ട്, അവര് സർക്കാരിലുള്ളവരും അവര് ചെയ്യും. പക്ഷെ സർക്കാരിന് അവര് എതിർപക്ഷമാകുമ്പോ UDFനെ ഞങ്ങൾ ചെയ്യാൻ വിടരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മലയാളികൾക്ക് വികസനം കൊടുക്കരുത്. അത് തെറ്റല്ലേ? DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, KPCC സെക്രട്ടറി മുരളി, DCC സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ സുരേഷ് ബാബു എളയാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ദില്ലി ചലോ മാർച്ചിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തില്ലെന്ന ആരോപണം തെറ്റാണെന്ന് AICC വക്താവ് ഷമ്മ മുഹമ്മദ്. ഹദ്രാസിൽ ഓടിയെത്തിയ കോൺഗ്രസ് നേതാക്കൾ കർഷക സമരത്തിനെത്തിയില്ലെന്ന P. ജയരാജന്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അവർ. കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയ നേതാക്കളും കോൺഗ്രസുകാരാണെന്ന് ഷമ്മ മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. കർഷക സമരം ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റ് അല്ല. ഈ കർഷക സമരം കർഷകളെ സമരമാണ്, അവരെ സമരം. അപ്പം അതിന് എന്തിനാ ഈ അമരീന്ദർ സിംഗ് ഇല്ലേ? അമരീന്ദർ സിംഗ് എവിടുന്നാണ്? ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇന്ന് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അമിത് ഷാനെ മീറ്റ് ചെയ്തു രാവിലെ. അപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഏത് പാർട്ടിയെന്നാ? കോൺഗ്രസ് പാർട്ടി എന്നല്ലേ? പഞ്ചാബിലെ ചീഫ് മിനിസ്റ്റർ അല്ലേ? അദ്ദേഹമുണ്ട്. രൺദീപ് സുർജേവാലാജി ഉണ്ട്, ഹരിയാനയിലെ നേതാവല്ലേ, മുൻ MLA യും മിനിസ്റ്ററാണോ അവിടുത്തെ, അദ്ദേഹം ഉണ്ട് അവിടെ. അപ്പോൾ എന്താ അവർ പറയുന്നത്? എന്തും വന്ന് പറയാൻ, കള്ളം വന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് നമുക്ക് അതൊരു രാഷ്ട്രീയ മൂവ്മെൻ്റ് അല്ല, ഇത് കർഷകരുടെ മൂവ്മെൻറ്റാണ്. അവരുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവർക്ക് എതിരായിട്ടുള്ള ഒരു ബില്ലായത്. ഈ ബില്ല് ഇപ്പം തന്നെ സസ്പെൻഡ് ചെയ്യണം. അവർക്ക് സംസാരിക്കണം. നിങ്ങൾ അവർ സംസാരിക്കുന്നില്ല, ബില്ല് ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ പാർലമെൻറ്റ് വരെ ഡിബേറ്റ് ചെയ്യാണ്ടാണ് ഈ ബില്ല് പാസ് ചെയ്ത്. രാജ്യസഭയിൽ അവർക്ക് ഇത്ര ഇതുണ്ടെങ്കിൽ ഈ ബില്ല് ശരിയാണ്, കർഷകർക്കാണ്, പിന്നെ എന്തിനാ വോയിസ് വോട്ട് ത്രൂ ചെയ്തത് രാജ്യസഭയിൽ? അവർക്ക് അത് ഡിബേറ്റ് ചെയ്തിട്ട് സെലക്ട് കമ്മിറ്റിയിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ചോദിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ജോർജ് കുട്ടി ഇരുമ്പുകുഴിയുടെ ആകസ്മിക മരണത്തെ തുടർന്ന് ഡിവിഷനിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണം നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുമെന്ന് ഉറപ്പായതിനാലാണിത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന 16-ന് ശേഷമേ തില്ലങ്കേരി ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ മരിച്ച 3ഇടത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുകയുള്ളൂ. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ ബിസിനസ്സുമായി ഇപ്പോഴും സംസ്ഥാനത്തുണ്ടെന്ന് പോലീസ്. തലശ്ശേരിയിൽ വഴിയാത്രക്കാരെ ആക്രമിച്ച് 45,000 രൂപ കവർന്നു. 2 പേർ പിടിയിൽ. പിടിയിലായത് കോടിയേരിയിലെ രാധാകൃഷ്ണൻ, റിയാസ് എന്നിവർ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷാ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്തയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ. രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ? ഇപ്രാവശ്യവും MCOM-നും MA-ക്കും റാങ്ക് മുഴുവൻ നളന്തയിലല്ലേ? പിന്നല്ലാതെ.
ഞാൻ ഫുള്ളി കോൺഫിഡൻ്റാ. നളന്ദയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1ാം റാങ്ക് നേടിത്തന്നത്. നളന്ദയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് MCOMന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ MA MCOM BA ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് BCom BBA 1ഉം 2ഉം ഉൾപ്പെടെ 25ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ് ഏച്ചൂർ. സ്വപ്ന ഭവനത്തിന്റെ അകത്തളങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫർണിച്ചർ. ഫർണിച്ചർ, മെലിച്ചൊവ്വ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895886927. ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം. ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാ രംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ. ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, ശിരോധാര, ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തു വരുന്നു. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. തിങ്ക് ആയുർവേദ, തിങ്ക് ആപ്തശ്രീ. നിങ്ങളിൽ പലരും MBA BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITDയിൽ എത്തിച്ചേരുന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITDയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. നളന്ദ കോളേജ് ഏച്ചൂർ. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ, കണ്ണോത്തുംചാൽ, കണ്ണൂർ 6. ഫോൺ 9207533399. GITD ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഷീന ഫർണിച്ചർ, മെലിച്ചൊവ്വ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895886927. വാർത്തകളിലേക്ക്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്ത് കണ്ണൂരിൽ പോലീസ് സഹകരണ സൊസൈറ്റി ഹാളിൽ നടന്നു. കമ്മീഷനിൽ ലഭിച്ച 59 പരാതികൾ പരിഗണിച്ചു. 6 തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം EM രാധയുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ അദാലത്ത് നടത്തിയത്. വനിതാ കമ്മീഷൻ കണ്ണൂർ ജില്ലയിലെ മെഗാ അദാലത്തിൽ 59 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 6 പരാതികളിൽ തീർപ്പാക്കി. 8 പരാതികൾ അന്വേഷണത്തിന് വിട്ടു. കുടുംബ പ്രശ്നങ്ങൾ, സ്വത്ത് തർക്കം തുടങ്ങിയവ സംബന്ധിച്ച പരാതികളായിരുന്നു കൂടുതലും. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് ലഭിച്ചത്. പരാതിക്കാരി അറിയാതെയുള്ള വ്യാജ പരാതിയും കമ്മീഷൻ മുമ്പാകെ എത്തിയിരുന്നു. ഇതാണൊരു പരാതിക്കാരി അവരെ ചീറ്റ് ചെയ്തു എന്നുള്ളത്. 5 ലക്ഷം രൂപ ഒരു ഡോക്യുമെൻ്റ് പണയപ്പെടുത്തിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, എന്നിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന പൈസയൊന്നും അടച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരെയും കൂടി പാർട്ട്ണറാക്കാൻ ബിസിനസ്സിലൊന്നും പറഞ്ഞിട്ടാണ് നിലപാടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിലെന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എതിർകക്ഷി വന്നിട്ടില്ല. അപ്പോൾ എതിർകക്ഷിയെ സ്റ്റേഷൻ മുഖാന്തരം വിളിപ്പിക്കാമെന്നുള്ള ഒന്ന് ഫോൺ ചെയ്തു. പക്ഷേ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ മുഖാന്തരം വിളിപ്പിക്കാമെന്നുള്ളതാണ് അടുത്ത നടപടി. പൂർണ്ണമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. പരാതിക്കാരിയെയും എതിർകക്ഷിയെയും മാത്രമേ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡിൽ സീബ്ര ക്രോസിംഗ് ലൈനുകൾ ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് മുറിച്ചു കടക്കാനാവാതെ അപകട ഭീഷണി നേരിടുകയാണ് യാത്രക്കാർ.
കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന ഭാഗത്താണ് റോഡ് മുറിച്ച് കടക്കാൻ സീബ്ര ക്രോസിംഗ് ലൈനുകൾ ഇല്ലാത്തത്. ഇവിടെ സീബ്ര ക്രോസിംഗ് ലൈനുകൾ ഉണ്ടായിരുന്നെങ്കിലും മാഞ്ഞു പോവുകയായിരുന്നു. മുമ്പ് ഇവിടെ ഈ സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. അത് പല പ്രാവശ്യം നമ്മൾ പോയി പറഞ്ഞിരുന്നു സീബ്ര ലൈൻ ഇടണമെന്ന് പറഞ്ഞിട്ട് ആരും അതിനെ ചോദിക്കൊണ്ടില്ല. പിന്നെ ഒരു ബോർഡ് കൊണ്ടുവച്ച് അതാണെങ്കിലും നോക്കുമ്പോൾ കാണൂല. ഒരു സമ്മേളനം കഴിഞ്ഞാൽ ആ ബോർഡ് കാണൂല. ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ യാതൊരു നിയന്ത്രണങ്ങളും പാലിക്കാതെയാണ് ഈ ഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. കാലങ്ങളായി ഈ ഭാഗത്തുള്ളവരുടെ ആവശ്യമാണ് അധികൃതർ കാണാതെ പോകുന്നത്. വേണമെന്ന് പറഞ്ഞാൽ മുറവിളി കൂട്ടുക നമ്മൾ ഇത്ര ആളായി എന്നറിയാം. 2 കൊല്ലത്തോളായി അത് വെക്കുന്നില്ല, ഒരു രക്ഷയില്ല. അതിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ഒരു ദിവസം 10-20 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതാണ്. ജനങ്ങളപ്പുറം ഇപ്പുറം കിടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് പ്രായമുള്ള ആളാണെങ്കിൽ തീരെ കിടക്കാൻ കഴിയില്ല. അതെ അവരെ ഇപ്പോൾ നമ്മളായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പറയും ഒന്നപ്പുറം കടത്തി തരും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഭയങ്കര ആക്സിഡൻ്റ് ആയിരുന്നു. ഇവിടുന്ന് ഇതേമാതിരി കാറ് വന്ന്, കാറെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് സ്കൂട്ടർ അടിച്ചിട്ട് ഇവിടെ വന്ന് വീണ് ചങ്ങായി. എന്തോ ഭാഗ്യം അവർ രക്ഷപ്പെട്ടു. റോഡ് മുറിച്ചു കടക്കുന്ന വഴിയാത്രക്കാർ പലരും അപകടങ്ങളിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഈ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും CCTV ക്യാമറകളും പ്രവർത്തനമറ്റ രീതിയിലാണ് നിലവിലുള്ളത്. 2-3 ഈ പോസ്റ്റിനൊക്കെ ക്യാമറയുള്ളതാണ്. ബസ് സ്റ്റാൻഡിൽ അവിടെ ഒരു ക്യാമറയുണ്ട്, ആ സൈഡിലൊരു ക്യാമറയുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ നമ്മൾ വർഷങ്ങളോളം നമ്മളിങ്ങനെ പരാതിപ്പെടുക അല്ലെങ്കിൽ പറയുക എന്നുള്ളതല്ലാണ്ട് ഒന്നുമില്ല. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതോട്ട് ഇനിയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമ്പോൾ നന്നായി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമല്ല ദേശീയപാതയിലും പല ഭാഗത്തും ഇത്തരത്തിൽ സീബ്ര ക്രോസിംഗ് ലൈനുകളില്ല. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അധികൃതർ എത്രയും വേഗം ശാശ്വത പരിഹാരം കാണേണ്ടതാണ്. കാട്ടാമ്പള്ളിപ്പുഴയിൽ ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നു രാവിലെയാണ് പയ്യന്നൂർ സ്വദേശിയും കാട്ടാമ്പള്ളി അക്ബർ ലോഡ്ജിലെ താമസക്കാരനുമായ UV ചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം കഴിച്ച് മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. പയ്യന്നൂർ സ്വദേശിയും കാട്ടാമ്പള്ളി ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഉദിനൂർ വീട്ടിൽ ചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് വളപട്ടണം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കാട്ടാമ്പള്ളി ഗ്യാസ് ഗോഡൌണിന് സമീപമുള്ള പുഴയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മരിച്ചയാളുടേതെന്ന് കരുതുന്ന ഓട്ടോറിക്ഷയും പുഴക്കരയിൽ നിന്ന് കണ്ടെത്തി. ഓട്ടോറിക്ഷയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സും ശരീരവും കവർന്നെടുത്തവർക്കെതിരെ തന്റെ പ്രതികാരം നടപ്പിലാക്കുന്ന ഒരു യുവതിയുടെ കഥ പറയുന്ന ഹ്രസ്വചിത്രം വൈര ജനശ്രദ്ധ നേടുന്നു. ബഹ്റിലെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിച്ച വൈര ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞു. സത്യം കനവോടും നീയ കനലുണർന്നൊരു കലിയുറഞ്ഞൊരു വൈര ഞാൻ. വൈര ഒരു ഓർമ്മപ്പെടുത്തലും കരുത്തേകലുമാണ്. പെണ്ണുടലിനുമേൽ വീഴുന്ന കഴുകൻ കണ്ണുകളോടും കുറുനരി നഖങ്ങളോടും പെണ്ണെങ്ങനെ പ്രതികരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ. പെണ്ണിനോടുള്ള സമീപനം ഇനിയും മാറ്റാത്തവരോട് ഉള്ളിൽ നീറുന്ന പ്രതികാരത്തിന്റെ കനൽ എങ്ങനെ തീയാകുമെന്ന് പറഞ്ഞു വെക്കുകയാണ് 6 മിനിറ്റ് ദൈർഘ്യമുള്ള വൈര എന്ന സംഗീതസാന്ദ്രമായ ഹ്രസ്വചിത്രം. അതിക്രമങ്ങൾക്കിരയായിട്ടും തളർന്നു പോകാതെ ആക്രമിച്ചവർക്കെതിരെ പ്രതികരിക്കുന്ന പെൺകരുത്തിനെയാണ് വൈരയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് തിരക്കഥ രചിച്ച പ്രജിത് നമ്പ്യാർ പറഞ്ഞു. വൈര നിയതിയുടെ നിഴലുകൾ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി നീ മാത്രം എന്നാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈനിലായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ വൈരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6 മിനിറ്റാണ് മൊത്തത്തിൽ. ഈ വൈര ഷൂട്ട് ചെയ്തത് ബഹ്റിനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ അതല്ല, ഒരു കൂട്ടം ഒരു സുഹൃത്തുക്കളുടെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഇപ്പോൾ വൈര ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്കെല്ലാം എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും. സാപ്പിയൻ തോട്ട്സിന്റെ ബാനറിൽ ശ്രീജിത്ത് ഗോപിനാഥൻ നിർമ്മിച്ച വൈരിയുടെ മാളവിക സുരേഷ് കുമാറാണ് കഥാപാത്രത്തിന് ജീവൻ നൽകിയത്. ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ CB-യാണ്. പശ്ചാത്തല സംഗീതം ഒരുക്കിയത് കെവിൻ ഫ്രാൻസിസും ഗാനം ആലപിച്ചത് വിജിത ശ്രീജിത്തുമാണ്. ബഹ്റൈൻ മലയാളി സമാജത്തിന്റെ പിന്തുണയും വൈരിയുടെ നിർമ്മാണത്തിന് കരുത്തായി.
ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങളിൽ നിന്നുള്ള പ്രക്ഷേപണങ്ങൾ നിർത്തലാക്കാനുള്ള കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ ആകാശവാണി കണ്ണൂർ നിലയത്തിനു മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നന്മ ജില്ലാ സെക്രട്ടറി MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഫിലിപ്പ് രാജ് അധ്യക്ഷത വഹിച്ചു. വിനോദ് ഗോവിന്ദ്, M ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ നിലയം 1991 നിലവിൽ വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു സ്വാഗതഗാനം, ഒരു സിഗ്നേച്ചർ ഗാനം ഓരോ ആകാശവാണിക്കും വേണമെന്ന് തീരുമാനിച്ചിട്ട് അന്നത്തെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ PP ശ്രീധരൻ ഉണ്ണി എഴുതിയുണ്ടാക്കിയ കണ്ണൂരിൻ്റെതായ ഒരു ഗാനമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് നമുക്ക് കേൾക്കാൻ പോലുമില്ല. NCC ശേഖർ പുരസ്കാരം അഴീക്കോടൻ രാഘവന്റെ ഭാര്യ മീനാക്ഷി ടീച്ചർക്ക് നൽകി. പള്ളിക്കുന്നിലെ അഴീക്കോടൻ ഹൌസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി EP ജയരാജൻ പുരസ്കാരം സമ്മാനിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ NCC ശേഖറുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷനാണ് 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ ബിസിനസ്സുമായി ഇപ്പോഴും സംസ്ഥാനത്തുണ്ടെന്ന് പോലീസ്. തലശ്ശേരിയിൽ വഴിയാത്രക്കാരെ ആക്രമിച്ച് 45,000 രൂപ കവർന്നു. 2 പേർ പിടിയിൽ. പിടിയിലായത് കോടിയേരിയിലെ രാധാകൃഷ്ണൻ, റിയാസ് എന്നിവർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി. അച്ഛാ, ഞാൻ ഇറങ്ങുന്നേ. ആൾ ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? എടുത്തിനച്ഛാ. മോളെ, മാസ്ക് എടുത്തില്ലല്ലോ. പരീക്ഷാ ടെൻഷനില് നീ അതങ്ങ് മറന്നു അല്ലേ? ഇല്ലമ്മേ, കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്സും. നളന്തയിൽ പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ? ശരിയാ. രക്ഷിതാവായ ഞങ്ങളെക്കാൾ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ. ഇപ്രാവശ്യവും MCOM-നും MA-ക്കും റാങ്ക് മുഴുവൻ നളന്തയിലല്ലേ? പിന്നല്ലാതെ, ഞാൻ ഫുള്ളി കോൺഫിഡന്റാ. നളന്തയിലെ മികച്ച ക്ലാസുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് 1ാം റാങ്ക് നേടിത്തന്നത്. നളന്തയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ്. എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട്. അതാണ് എനിക്ക് MCOM-ന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം. മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ. MA MCOM, BA ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, BCom, BBA 1ഉം 2ഉം ഉൾപ്പെടെ 25ലധികം റാങ്കുകൾ. ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ് ഏച്ചൂർ. സ്വപ്ന ഭവനത്തിന്റെ അകത്തളങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫർണിച്ചർ. ഫർണിച്ചർ, മെലിച്ചൊവ്വ, മട്ടന്നൂർ റോഡ്, കണ്ണൂർ. ഫോൺ 9895886927. നിങ്ങളിൽ പലരും MBA BTech പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ്. എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ. BTech, MTech, MBA ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ GITD-യിൽ എത്തിച്ചേർന്നത്. തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ GITD-യുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ്. GITD, എൻ്റെ അഭിമാനം, എൻ്റെ മേൽവിലാസം. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം.